ഹലോ, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ കുറച്ച് കാലങ്ങളായിട്ട് ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റിലാണ് കേട്ടോ താമസിച്ചുകൊണ്ടിരുന്നത്. അവിടുന്ന് നമ്മളിപ്പോൾ ഒരു 1 BHKയിലേക്ക് ചേഞ്ച് ചെയ്യാൻ പോവാം കേട്ടോ. ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബ്രാൻഡ് ന്യൂ ബിൽഡിംഗ് വന്നപ്പോൾ അവിടെ നമ്മൾ റൂം നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ റൂം നമുക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞങ്ങളപ്പോൾ ആ റൂം ഫിക്സ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ പുതിയ നമ്മുടെ അപ്പാർട്ട്മെൻറ്റ്, നമ്മുടെ ബ്രാൻഡ് ന്യൂ അപ്പാർട്ട്മെൻറ്റ് നമ്മൾ എടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ പുതിയ റൂം കാണാൻ വാ. ആ റൂമാണ് കേട്ടോ നമ്മൾ എടുക്കാൻ പോകുന്നത്. അതെങ്ങനെയാണ് അതിൻ്റെ സൗകര്യം എന്നൊക്കെ നമുക്ക് കാണേ. 402 ആണ് നമ്മളിത് പുതിയതായി ബുക്ക് ചെയ്തിരിക്കുന്നത് നമ്മുടെ പുതിയ അപ്പാർട്ട്മെൻറ്റ്. ഇത് നമുക്ക് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഹോൾ ഉണ്ട് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. അത് മാത്രമല്ല, നമ്മൾ സ്പെഷ്യലായിട്ട് നോക്കിയ ഒരു കാര്യമുണ്ട് കേട്ടോ. നന്നായിട്ട് നല്ല വെളിച്ചം കിട്ടുന്ന ഒരു റൂം ആവണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഇതാണ്ടാവും. ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട്. ഇതാ കുഴപ്പമില്ല, നമുക്ക് അത്യാവശ്യം നമുക്ക് സൗകര്യമുള്ളൊരു ചെറിയൊരു ബാൽക്കണിയാണ് നമുക്കുള്ളത് കേട്ടോ. അതിനകത്ത് ഇവിടെ നമുക്ക് നമ്മുടെ ഡ്രസ്സൊക്കെ വാഷ് ചെയ്താൽ നമുക്ക് ഇടാനുള്ള സ്പേസ് ഉണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ഒന്ന് ഇരിക്കാനൊക്കെ ഉള്ള കുറച്ച് സ്പേസൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ചെറിയ ബാൽക്കണി. ഇതപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് നമ്മുടെ ഫ്രണ്ട് വ്യൂ ആണ് കേട്ടോ. നമ്മുടെ ഈ ഒരു അപ്പാർട്ട്മെൻറ്റിൽ നിൽക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ട് വ്യൂ ആണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മുടെ ഇനി ഹോളിൽ നിന്നാണ് കേട്ടോ ബാൽക്കണി ഉള്ളൂ. ഒരു ബാൽക്കണി ഉള്ളൂ. അത് ഹോളിൽ നിന്നുള്ള എൻട്രൻസ് ആണ്. അപ്പോൾ നമ്മുടെ ഇവിടെ ഇനി നമ്മൾ മേടിച്ച് കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ ഐക്യന്നൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം വന്ന് സെറ്റ് ആകുമ്പോഴാണ് നമ്മുടെ റൂം കറക്റ്റ് ആവുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോള്. ഇനി ഇവിടെ ഒരു കോമൺ വാഷ്റൂം ഉണ്ട് കേട്ടോ. ഇതാണ് കോമൺ വാഷ്റൂം. ബെസ്റ്റ് വാഷ്റൂമാണ് ഇത് ശരിക്കും. ഇതിൽ നമുക്ക് ബാത്ത് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ബ്രഷ് ചെയ്യാം, പിന്നെ ടോയ്ലറ്റിൽ പോകാൻ മാത്രം ഇങ്ങനത്തെ ബാത്തിങ് നടക്കുന്ന കാര്യം. പിന്നെ നമ്മുടെ ഇവിടെ ഒരു ക്ലോസ്ഡ് കിച്ചൺ വേണമെന്നുണ്ടായിരുന്നു. കാരണം ക്ലോസ്ഡ് കിച്ചൺ ആകുമ്പോൾ നമുക്കിപ്പോൾ ജോലിക്കൊക്കെ പോകുമ്പോൾ എപ്പോഴും എന്ത് കാര്യം അടക്കം എനിക്ക് വെക്കാൻ ടൈം കിട്ടാറില്ല. അപ്പോൾ ക്ലോസ്ഡ് കിച്ചൺ ആകുമ്പോൾ കുറച്ചും കൂടി സൗകര്യം ഉണ്ടാവും. അപ്പോൾ ഇവിടെയാണ് ഫ്രിഡ്ജിൻ്റെ സ്പേസ് കൊടുത്തിരിക്കുന്നത്. പിന്നെ വാഷിംഗ് മെഷീൻ, അതുപോലെ കുക്കിംഗ് റേഞ്ചിൻ്റെ സ്പേസ് ഉണ്ട്. പിന്നെ അത്യാവശ്യം കബോർഡ്സ് ഒക്കെ ഉണ്ട്. അത്യാവശ്യം നന്നായി കബോർഡ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല സ്റ്റോറേജ് സ്പേസ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. നല്ല വൈറ്റ് ഫിനിഷിങ്ങിൽ അവർ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഇവിടെ കിച്ചണിൽ നിൽക്കുമ്പോൾ പുറത്തേക്ക് നമുക്ക് എയറൊക്കെ ഒന്ന് പോകാനായിട്ട് ഈ ഒരു വിൻഡോ ഉണ്ട്. ഇപ്പുറത്ത് തന്നെ ഉള്ളത് ഇത് ഈ ബിൽഡിങ്ങിൻ്റെ തന്നെ സെയിം തന്നെയാണ്. ഇത് 1 ആണെങ്കിൽ അത് അപ്പുറത്തുള്ളത് 2 ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചൺ. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലായില്ല, അത്യാവശ്യം നല്ല സൗകര്യമുള്ള കിച്ചണാണ് കേട്ടോ. ഇനി നമ്മുടെ ബെഡ്റൂം ആട്ടോ. ബെഡ്റൂമിനോട് ഇവിടെ ചേർന്ന് തന്നെ ഒരു ടോയ്ലറ്റ് ഉണ്ട്. ടോയ്ലറ്റും കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം സൗകര്യമുള്ള ഒരു ടോയ്ലറ്റാണ്. ഇവിടെ നമുക്ക് ബാത്ത് ഏരിയ ഉണ്ട്. നമുക്കൊരു ചെറിയൊരു ഫാമിലിക്ക് അത്യാവശ്യം നല്ല സൗകര്യത്തിലുള്ള ഒരു ചെറിയ അപ്പാർട്ട്മെൻറ്റ്. ഈ ഒരു റൂമിൽ തന്നെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂം. പിന്നെ ഇതാണ് റൂം. ഈ റൂമിൽ ബാൽക്കണി ഇല്ല, പക്ഷേ നല്ല നല്ല സൈസായിട്ടുള്ളൊരു വിൻഡോ ഉണ്ട്. ഈ വിൻഡോ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഓപ്പൺ ചെയ്യാം. അപ്പം നല്ല എയറൊക്കെ കിട്ടും. പിന്നെ ഈ ഒരു വിൻഡോ. ഇതാണ് നമ്മുടെ റൂം. ഇതിൽ ഇൻബിൽട്ട് ആയിട്ട് തന്നെ കബോർഡ്സ് ഉണ്ട്. നമുക്ക് കബോർഡ്സ് എക്സ്ട്രാ മേടിക്കേണ്ട ആവശ്യമില്ല. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കബോർഡ്സ് ഉണ്ട്. അപ്പം നമ്മളിപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത് സ്റ്റുഡിയോ ഫ്ലാറ്റാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇത് നല്ല സ്പേഷ്യസ് ആയിട്ടാണ് തോന്നുന്നത്. നമ്മൾ കുറച്ച് കാലങ്ങളായിട്ട് സ്റ്റുഡിയോയിൽ തന്നെയായിരുന്നു. പിന്നെ കുട്ടികൾ വലുതാവുന്നതനുസരിച്ച് നമുക്ക് ആ ഒരു സ്പേസ് പോരാതെ വന്നു ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ 1 BHKയിലേക്ക് മാറുന്നത്. ഇവിടെയും അത്യാവശ്യം നല്ല
സ്പേഷ്യസ് ആയിട്ടുള്ള കബോർഡ്സ് ആണ്. ഇതാണ് നമ്മുടെ ബെഡ്റൂം. കുഴപ്പമില്ല, നല്ല ഒരു ബെഡൊക്കെ ഇട്ട് കഴിഞ്ഞാലും അത്യാവശ്യം സൗകര്യമുള്ള ഒരു ഇതാണ്. നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ അത്രയും തോന്നുന്നില്ലെങ്കിലും നല്ല സൗകര്യമുണ്ട് കേട്ടോ. ഒരു കൺജഷൻ ഫീൽ ചെയ്യാത്ത രീതിയിലാണ് ഇവരുടെ ഈ ഒരു ലേ ഔട്ട്, ഈ ഒരു ഫ്ലാറ്റിൻ്റെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതാ റൂമിനോട് ചേർന്നുള്ളൊരു വാഷ് ഏരിയയുണ്ട്. പിന്നെ നമുക്കിപ്പോൾ ഇപ്പം നമുക്ക് എങ്ങനെയാ ഒരു ഐഡിയ ഇല്ല എന്തൊക്കെയാണ് എവിടെയൊക്കെ അറേഞ്ച് ചെയ്യുന്നത്. പക്ഷേ ഈ വന്ന് കയറുന്ന ഈ ഒരു പോർഷനിൽ കുറച്ച് സ്പേസ് ഉള്ളതുകൊണ്ട് ഇവിടെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യണം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ എടുക്കാൻ പോകുന്ന ഈ ബ്രാൻഡ് ന്യൂ അപ്പാർട്ട്മെൻറ്റ് ഇതാണ് കേട്ടോ. നമ്മുടെ എല്ലാം ഇനി സെറ്റ് ചെയ്തിട്ടൊക്കെ പിന്നീട് ഒരു ഹോം ടൂർ ചെയ്യും. പക്ഷേ ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്യാവുന്ന ടൈം വേണം. നമുക്ക് ഓഫീസിൽ പോകാനുണ്ട്. ഇനിയിപ്പോൾ ഇന്നും കൂടെ ലീവ് ഉള്ളൂ, കഴിഞ്ഞു. അപ്പോൾ ഇനി ഓഫീസിൽ പോയി അതിൻ്റെ ഇടയിൽ കൂടി ടൈം കണ്ടെത്തിയിട്ട് വേണം ഇവിടെയൊക്കെ അറേഞ്ച് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ പുതിയ അപ്പാർട്ട്മെൻറ്റ് വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ ബൈ.